ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ബാക്കി എടുക്കാൻ പോവാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ 3 ബീക്കറുകൾ വരച്ചെന്നത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഖരത്തിൻ്റെ ബീക്കറാണ് വരച്ചിരുന്നത്. അതിൽ നമ്മൾ തന്മാത്രകൾ, അതിലെ കണികകൾ നമ്മൾ വളരെ അടുത്തായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതേതാണ്? ഇത് ഖരാണ് അല്ലേ. എന്നാൽ നമ്മൾ ദ്രാവകത്തെ കുറച്ച് വിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ? ഇതിനെ നമ്മൾ ദ്രാവകം എന്ന് പേരിട്ടു. സ്പേസ് ഇല്ല, അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് വാതകത്തായിരുന്നു. വാതകം നമ്മൾ വളരെ അകലെയാണ് വരച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ അകലെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ വാതകം എന്നും വിളിച്ചു. ഇല്ലടാ, അങ്ങനെയല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. ഇനി ഈ ബീക്കറുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ പട്ടിക ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കി നോക്കുക, കണികകൾ തമ്മിലുള്ള അകലം. ഒന്നാമത്തേതാണ് കണികകൾ തമ്മിലുള്ള അകലം. നിങ്ങൾ ഈ ബീക്കറിലോട്ട് നോക്കുക. കണികകൾ തമ്മിലുള്ള അകലം ഖരത്തിലൊന്ന് നോക്കി നോക്ക്, വളരെ കുറവാണ് അല്ലേ. ഇവിടെ നോക്കി നോക്ക്, വളരെ കുറവല്ലടാ. ഇവിടെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. എന്നാൽ ദ്രാവകത്തിൻ്റെ ബേസിലൊന്ന് നോക്കി നോക്ക്. ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് എന്തുണ്ട്? കണികകൾ തമ്മിൽ അകലം കുറച്ചുണ്ട് അല്ലേ. ഖരത്തെ അപേക്ഷിച്ച് എന്തുണ്ട്? ദ്രാവകത്തിൽ അകലം കുറച്ചുണ്ട് അല്ലേ. അപ്പോൾ നോക്ക്, ഇനി അടുത്ത് നോക്കാനുള്ളത് വാതകമാണ്. വാതകം എന്താ? വളരെ കൂടുതലാണ് തമ്മിലുള്ള അകലം. നോക്കി, ഇത്ര അകലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? കൂടുതൽ എഴുതേണ്ടി വരും. വളരെ കൂടുതലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുക. ഓക്കെ, അടുത്ത് നോക്കാം കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം. ശ്രദ്ധിച്ചോ, 2 അവിടെ തന്നിട്ടുണ്ട്. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം. അതിൽ ഒന്നാമത്തത് ദ്രാവകത്തിൻ്റെ നോക്കുക. ഖരത്തെ അപേക്ഷിച്ച് എന്താണ്? ആകർഷണ ബലം കുറവാണ്. എന്നാൽ വാതകത്തിലോ വളരെ കുറവാണ്. ശ്രദ്ധിച്ചോ, ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരാളെ വലിക്കുക, ഒരാളെ ആകർഷിക്കുക. ഞാനിവിടെ 2 ബോൾ വരച്ചു എന്ന് വിചാരിക്കാം. ഇയാളെ ആകർഷിക്കാൻ ഇത്ര അകലം വേണം. അപ്പോൾ ആകർഷണം കുറവായിരിക്കും. എന്നാൽ ഈ ബോളുകൾ രണ്ടും അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ ഇത്ര അടുത്തേക്ക് ആകർഷിക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഖരത്തിൻ്റെ ബേസിൽ ആകർഷണ ബലം എന്താ? വളരെ അടുത്താണ്. അപ്പോൾ ആകർഷണ ബലം അവിടെ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഞാൻ ഇവിടെ കൂടുതൽ എഴുതിയിട്ടുള്ളൂ, വളരെ കൂടുതലാണ് കേട്ടോ. അവിടെ സ്പേസ് ഇല്ല. പിന്നെ നമ്മൾ ദ്രാവകത്തിന് നോക്കി നോക്കുക, ഖരത്തെ അപേക്ഷിച്ച് ആകർഷണ ബലം എന്താണ്? കുറവാണ്. എന്നാൽ വാതകത്തിൻ്റെ ബേസിലാണെങ്കിൽ ഒരാളെ ആകർഷിക്കണമെങ്കിൽ ഇത്ര ദൂരം പോകണം. അപ്പോൾ അതിലെന്തായിരിക്കും? വളരെ കുറവായിരിക്കും കേട്ടോ. ആ 3 വാക്കുകൾ ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ 2 സൂചകങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്ത് പറയുകയാണ് കേട്ടോ. അടുത്ത എന്താ? കണികകളുടെ ചലനവേഗമാണ്. നോക്ക്, ചലനവേഗം. ഇവിടെ കണികകൾ വളരെ അടുത്തായതുകൊണ്ട് ഇവർക്ക് ചലിക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ വളരെ കുറവാണ്. എന്നാൽ ദ്രാവകത്തിലോ നോക്ക്, ഇത്ര ചലിക്കുക അല്ലേ. അടുത്തേക്ക് ഇത്രയൊക്കെ ചലിക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഇവിടെ എഴുതുക, ഖരത്തെ അപേക്ഷിച്ച് എന്തായിരിക്കും? കുറച്ച് കൂടുതലാണ് അല്ലേ. ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനി നെക്സ്റ്റ്, കണികൾ തമ്മിലുള്ള ചലനവേഗം വാതകത്തിലാണെങ്കിൽ ഇത്ര ദൂരം ചലിക്കാം. കണ്ടോ? അപ്പം അത്ര ദൂരം ചലിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? വളരെ കൂടുതൽ എഴുതി കൊടുക്കാം കേട്ടോ. വളരെ കൂടുതൽ എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തത് കണികകളുടെ ഊർജം. നോക്ക്, ചലിക്കുമ്പോഴേ ഊർജം ഉണ്ടാവുള്ളൂ. അപ്പം നോക്ക്, വാതകത്തിൻ്റെ ബേസിൽ ഇത്രയും ദൂരം ചലിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അല്ലേ വളരെ കൂടുതൽ ഊർജ്ജം ഉള്ളത്. ഇവർക്ക് ഇത്രേ ചലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താ? ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇവർക്ക് ചലിക്കാൻ കഴിയുമോ? ഖരത്തിന് ഇല്ല. അതുകൊണ്ട് അവിടെ എന്താണ്? ഊർജം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? വളരെ കുറവ് എന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം, ചലിക്കുമ്പോഴേ കണികകൾക്ക് ഊർജം ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് കേട്ടോ. മറക്കരുതേ. നോക്കുക, നെക്സ്റ്റ് നോക്കുക കേട്ടോ. നോക്കോ,
അടുത്തത് ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതാം. നിങ്ങൾ ഐസ് കട്ട ആലോചിക്കാം. നമുക്ക് ഖരത്തിനൊക്കെ എക്സാമ്പിൾ അറിയില്ലേ? ഖരത്തിന് നമ്മൾ ഐസ് എന്നാണ് എക്സാമ്പിൾ കൊടുത്തിരുന്നത്. ദ്രാവകത്തിന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം അല്ലേ, അല്ലെങ്കിൽ ഇവിടെ കല്ലൊക്കെ കൊടുക്കുക കേട്ടോ. ഇവിടെ വെള്ളം ജ്യൂസൊക്കെ പറ്റും. കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ ആരോ ജ്യൂസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പരീക്ഷയിൽ. അപ്പോൾ വാതകത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം? വായുന്നോ അല്ലെങ്കിൽ ഓക്സിജനോ അതല്ലെങ്കിൽ നൈട്രജനോ ഏതും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദ്യം, ഖരവസ്തുവിനെ നമ്മൾ ചൂടാക്കുന്നു എന്ന് കരുതുക. അതായത് ഐസിനെ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മളോട് ചോദ്യം. നോക്ക്, നമ്മൾ ഒരിക്കൽ കൂടി ഖരത്തിൻ്റെ ബീക്കർ വരക്കുകയാണ് കേട്ടോ. ഇത് ഖരം, അതായത് ഐസ് കട്ട ഓർമ്മിക്കാം. ഇത് ദ്രാവകം അല്ലേ. നോക്കിക്കോ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഖരവസ്തുവിനെ ചൂടാക്കിയെന്ന് കരുതാം. കണികകൾ തമ്മിലുള്ള അകലം നോക്കി നോക്ക്. ഈ ഖരവസ്തുവിനെ ചൂടാക്കുക പറയുമ്പോൾ ദ്രാവക അകലിടോ ചെയ്യുക. അതായത് ഈ ബീക്കറിന്ന് ഈ ബീക്കറിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഈ ബീക്കറിലേക്ക്. അപ്പോൾ നോക്കി നോക്ക്, കണികകൾ തമ്മിലുള്ള അകലം എന്താ ചെയ്യുന്നത്? ഈ ബീക്കറിലെ അകലം വളരെ കുറവാണ് അല്ലേ, അകലമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ആകുമ്പോൾ അകലം എന്ത് ചെയ്യും? കൂടും. അപ്പം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? അകലം കൂടുന്നു. പോയിന്റ് ക്ലിയർ അല്ലേ? കൂടുതൽ എഴുതാം. അതായത് ഈ ബീക്കറിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ്, ഖരത്തിൽ നിന്ന് ദ്രാവകത്തിലേക്ക്. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം കൂടൂലേ? അപ്പോൾ അകലം കൂടുന്നതിനനുസരിച്ച് കണികകളുടെ ഊർജ്ജം എന്താ ചെയ്യുക? ശ്രദ്ധിച്ചോ, അകലം കൂടുമ്പോൾ ചലനം കൂടും അല്ലേ. ചലനം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പ്രകാരം എന്തു കൂടും? ഊർജം കൂടും. അപ്പോൾ ശ്രദ്ധിക്കുക, കണികകൾ, ഒന്നുകൂടെ പോയിന്റ് പറഞ്ഞുതരാം. കണികകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ അവിടെ ചലനം ഉണ്ടാവും. ചലനം ഉണ്ടാകുമ്പോൾ അവിടെ എന്തു കൂടും? കണികകൾ തമ്മിലുള്ള ഊർജം കൂടും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നോക്ക്, ഖരം താപം ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത് ചൂടാക്കുമ്പോൾ. നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐസ് കട്ടനെ ഒരു പാത്രത്തിലിട്ട് താഴെ നമ്മൾ ചൂട് കൊടുക്കുകയാണ്. താഴെ ചൂട് കൊടുക്കുമ്പോൾ ആ ഐസ് കട്ട ആ ചൂടിനെ ആഗിരണം ചെയ്യും. അപ്പോൾ താപം ആഗിരണം ചെയ്യുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും അല്ലേ, വെള്ളമായിട്ട് മാറും. ആ വെള്ളത്തെ വീണ്ടും താപം ആഗിരണം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് നീരാവിയായിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് വാതകമായിട്ട് മാറൂലേ. നോക്ക്, ദ്രാവകത്തെ ചൂടാക്കിയ ക്രമേണ അത് വാതകമായിട്ടാണ് മാറുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? വാതകത്തെ നമ്മൾ തിരിച്ച് തണുപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം നീരാവിനെ തണുപ്പിച്ചാൽ വെള്ളം കിട്ടും അല്ലേ, ദ്രാവകം കിട്ടും. അപ്പം നമുക്ക് വാതകത്തെ നമ്മൾ താപം പുറത്തേക്ക് വിടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദ്രാവകം കിട്ടും. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഈ പേജിൽ എന്തൊക്കെ പറഞ്ഞു? ഈ പട്ടിക ഫില്ല് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഖരത്തെ എടുത്ത് ചൂടാക്കി ദ്രാവകമാക്കി മാറ്റുകയാണ്. ദ്രാവകമാക്കി മാറ്റുമ്പോൾ ഈ ബീക്കറിന്ന് ഈ ബീക്കറിലോട്ട് മാറുക. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം ഇവിടെ എത്തുമ്പോഴത്തേനും കൂടും. കൂടിക്കഴിഞ്ഞാൽ ചലനം കൂടും. ചലനം കൂടിക്കഴിഞ്ഞാൽ ഊർജം കൂടും. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഖരത്തെ താപം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ദ്രാവകമാകും. ദ്രാവകം താപം ആഗിരണം ചെയ്ത വാതകമാകും. തിരിച്ചിങ്ങോട്ടാണെങ്കിലോ വാതകം താപത്തെ പുറത്ത് വിടുമ്പോൾ അതെന്തായിട്ട് മാറും? തിരിച്ച് വെള്ളമായിട്ട് മാറും അല്ലേ, അതായത് ദ്രാവകമായിട്ട് മാറും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. നോക്ക്, ഇവിടെ പറയുന്നുണ്ട് ദ്രാവകത്തെ വീണ്ടും താപം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ തണുപ്പിക്കാൻ അനുവദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുടാ? ഖരം കിട്ടും, അതായത് ഐസ് കട്ട കിട്ടും അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ചില കേസിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഖരത്തെ നമ്മൾ, അതായത് ഐസിനെ നമ്മൾ ചൂടാക്കിയപ്പോൾ നമുക്ക് ദ്രാവകം കിട്ടി. ദ്രാവകം നമ്മൾ വീണ്ടും ചൂടാക്കിയപ്പോൾ നമുക്ക് വാതകം കിട്ടി, അതായത് നീരാവ് കിട്ടി. നീരാവിനെ നമ്മൾ വീണ്ടും തണുപ്പിച്ചപ്പോൾ ദ്രാവകം കിട്ടി. ദ്രാവകത്തെ നമ്മൾ വീണ്ടും തണുപ്പിച്ചപ്പോൾ നമുക്ക് ഐസ് കട്ടായിട്ടുള്ള ഖരം കിട്ടി. നമുക്ക് ഇത് ഓരോ ഓർഡറാണ്, ഖരത്തിൽ നിന്ന് ദ്രാവകത്തേക്ക്, ദ്രാവകത്തിൽ നിന്ന് വാതകത്തേക്ക് അല്ലേ. എന്നാൽ ചില കേസിൽ ഖരം ദ്രാവകമാകാതെ നേരിട്ട് എങ്ങോട്ട് പോകും? വാതകമായി മാറും. ഖരം എന്താ ചെയ്യുക? വാതകം, നേരിട്ട് വാതകമാണ്, അതായത് ദ്രാവകത്തേക്ക് കടന്നു പോകണില്ല. ഖരത്തെ ചൂടാക്കി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? വാതകത്തിലോട്ട് പോവും. അപ്പം ഖരം നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്ന അറിയോ?
ഉത്പതനം എന്നാണ് അറിയപ്പെടുക. ഖരം നേരിട്ട് വാതകമാകുന്ന പ്രോസസ്സിനെ ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയും. അതിനുദാഹരണങ്ങളാണ് കർപ്പൂരം, അതേപോലെ തന്നെ നാഫ്തലിനും. കർപ്പൂരം നാഫ്തലിനും എക്സാമ്പിൾ. നിങ്ങൾക്ക് കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? ഈ സ്മെല്ലിനും വേണ്ടിയൊക്കെ കർപ്പൂരം കത്തിക്കുന്ന കണ്ടിട്ടില്ലേ മരണ വീട്ടിലൊക്കെ. അതേപോലെ നാഫ്തലിന് പാറ്റ, ശ്രദ്ധിച്ചോട്ടോ, പാറ്റ ഗുളിക ഒന്ന് കാണിച്ചേരേ. പാറ്റ ഗുളികൻ്റെ ഇംഗ്ലീഷ് പേരാണ് നാഫ്തലിൻ എന്നുള്ളത് കേട്ടോ. നാഫ്തലിൻ നോക്ക്, ഇതാണ് നാഫ്തലിൻ. നമ്മൾ സ്മെല്ലിനും വേണ്ടിയിട്ട് ബാത്റൂമിലൊക്കെ ഇട്ട് വെക്കാറില്ലേ, അതിനാണ് നാഫ്തലിൻ എന്ന് പറയുക. ഈ നാഫ്തലിൻ നോക്കി നോക്ക്, വെക്കുന്നതിനനുസരിച്ച് അത് ഗ്യാസ് ആയിട്ടാണ് പോവുക, അതായത് വായു ആയിട്ടാണ് പോവുക. അപ്പോൾ ചില കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്, നാഫ്തലിൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കർപ്പൂരം എന്താ ചെയ്യുന്നത്, കർപ്പൂരം അല്ലെങ്കിൽ നാഫ്തലിൻ, അതായത് പാറ്റ ഗുളിക എന്നാണ് അതിന് പറയുക കേട്ടോ. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് എങ്ങോട്ടാ മാറുക, വാതകമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രവർത്തനത്തെയാണ് ഉത്പതനം. നിങ്ങൾ ആ ചിത്രം ഈ സൈഡിലൊന്ന് വരച്ച് വെക്കണേ. ഖരം നേരിട്ട്, ആദ്യം നിങ്ങളൊരു ദ്രാവകത്തെ എഴുതിക്കോ. എന്താ ദ്രാവകത്തെ നമുക്കിങ്ങനെ വെട്ടാം. ഖരം നേരിട്ട് എന്തായിട്ടാണ് മാറുക, വാതകമായിട്ട് മാറും. എന്നിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്കും വരച്ചു കേട്ടോ. ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഉത്പതനം എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക്, അതായത് ഖരമുള്ളത് ദ്രാവകത്തിലേക്ക് അല്ലെങ്കിൽ ഖരമുള്ളത് വാതകത്തിലേക്ക്, ഇങ്ങനെ ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയോ, അവസ്ഥാ പരിവർത്തനം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? എന്താണ്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒറ്റ ചിത്രം ഇവിടെ ഉണ്ട് കേട്ടോ. ഖരം താപം ആഗിരണം ചെയ്യുന്നത്, ഇതുവരെയുള്ള പ്രോസസ്സ് പറഞ്ഞില്ലേ. ദ്രാവകം വീണ്ടും താപം ആഗിരണം ചെയ്യുമ്പോൾ വാതകവും, താപം പുറത്തേക്ക് വിടുമ്പോൾ ദ്രാവകമാകും, ദ്രാവകം താപം പുറത്തേക്ക് വിടുമ്പോൾ ഖരമായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണേ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ഐസാണ്, ഇത് വെള്ളമാണ്. വെള്ളത്തെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് വായു, നീരാവി എന്ന് എഴുതല്ലേ, നമുക്ക് നീരാവിയാണ്. ഈ നീരാവിനെ തണുപ്പിച്ച വെള്ളമായി മാറും, വീണ്ടും തണുപ്പിച്ചാൽ ഐസായിട്ട് മാറും. ഇത്ര ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഞാൻ അടുത്ത ടോപ്പിക്ക് പറയട്ടെ. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് രാസമാറ്റങ്ങളും ഊർജമാറ്റങ്ങളും. നമ്മളിവിടെ ഇവിടെ ഒരു പ്രവർത്തനം പറയുന്നുണ്ട്. ഒരു ടൈലിന് മുകളിലായിട്ട്, ഇതൊരു ടൈലാണ് വിചാരിക്കുക, ആ ടൈലിന് മുകളിലായിട്ട് അല്പം എന്ത് ചെയ്യണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വെച്ച ശേഷം അതിൻ്റെ നടുവിലായിട്ട് അല്പം എന്ത് ചെയ്യുക, ഗ്ലിസറിൻ ഉറ്റിക്കുക. ഈ ഗ്ലിസറിൻ ഉറ്റിച്ച് കഴിഞ്ഞ് നമ്മളോട് നിരീക്ഷണം രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത്, 2 ബീക്കറുകളിൽ ജലം എടുത്തിട്ട് 2 ബീക്കർ എടുക്കുക. 2 ബീക്കർ എടുക്കുക, അതിൽ ജലമെടുത്ത് എന്ത് ചെയ്യണം, ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 തരിയും, അടുത്തതിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനത്തിന് ശേഷം ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നത്തിൽ 2-3 തരിയും ചേർക്കുക. വ്യത്യാസം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞത് രാസമാറ്റാണോ ഭൗതിക മാറ്റാണോ എന്നറിയാനാണ്. ശ്രദ്ധിച്ചോ, നമുക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ആ പ്രവർത്തനം നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്കാണ് എത്തേണ്ടത്. ഈ പോയിന്റ് നിങ്ങൾക്ക് എന്നൊക്കെയാണോ നിങ്ങൾ സയൻസ് പഠിക്കുന്നത് അന്നൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോഴേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു പരീക്ഷണം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ടുള്ള വസ്തുക്കളില്ലേ, നമ്മൾ എന്താണോ ആ പരീക്ഷണത്തിനെടുത്തിട്ടുള്ള വസ്തുക്കൾ, അവയെ നമ്മൾ വിളിക്കുന്ന പേര് അഭികാരകങ്ങൾ എന്നാണ്. അഭികാരകങ്ങൾ മറക്കരുത്. അഭികാരങ്ങളുടെ ഇംഗ്ലീഷ് റിയാക്റ്റൻസ്. എന്നാൽ നമ്മൾ പരീക്ഷണമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നമില്ലേ, ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, ആ പ്രൊഡക്റ്റിനെയാണ് ഉൽപ്പന്നം എന്ന് വിളിക്കുക. അപ്പോൾ
ഞാനിപ്പോൾ ഒരു പരീക്ഷണം ചെയ്യാണ് വിചാരിക്കുക. ഞാൻ 2 പൂവെടുത്ത് പൂവിലേക്ക് കുറച്ച് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സാക്കിയാണ് കഴിക്കുകയാണ് വിചാരിക്കുക. അപ്പം ഞാൻ ആ മിക്സാക്കി കഴിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അതെന്തായിരിക്കടാ, അത് പ്രവർത്തനമല്ലേ, അതിനെയാണ് നമ്മൾ അഭികാരകം എന്ന് വിളിക്കുക. ഓക്കെ, എന്നാൽ ബാക്കി പറയട്ടെ. എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടോ ഞാനതിങ്ങനെ കഴിക്കുകയാണ്. ആ കഴിച്ച സമയത്ത് എനിക്ക് എന്തുണ്ടാവും, ഞാൻ ഉപ്പും മുളകും പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടുമ്പോൾ എനിക്ക് പിന്നെ എന്താ ഉണ്ടാവുക, ഞാൻ ലൂസ് മോഷനായി കണ്ട് കിടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ബാത്റൂമിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് വയറുവേദന വന്നു. അതൊക്കെ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഭാഗമാണ്, പരീക്ഷണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. എനിക്ക് വയറുവേദന ഇളകിയതും ലൂസ് മോഷൻ ബാധിച്ചതും ഒക്കെ അവിടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഉൽപ്പന്നം എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഉൽപ്പന്നം എന്നാണ് വിളിക്കുക. നമുക്ക് ഞാൻ എഴുതുന്നതിൻ്റെ സ്ലോയോ ഫാസ്റ്റോ എന്തോ ആയിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഉൽപ്പന്നം എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണോ ഞാൻ പരീക്ഷണം ചെയ്തത്, പരീക്ഷണം ചെയ്യാനെടുത്ത വസ്തുക്കളെ അഭികാരകങ്ങളെന്നും നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തു എന്താണോ അതിനെ ഉൽപ്പന്നം എന്ന് വിളിക്കും. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഞാൻ ജലം ഉണ്ടാക്കുകയാണ്. ജലത്തിൻ്റെ നമുക്ക് തന്മാത്ര H2, ഞാൻ കുറച്ച് ഹൈഡ്രജൻ എടുത്തു, കുറച്ച് ഓക്സിജൻ എടുത്തു. നമുക്ക് എന്ത് കിട്ടും, H2O കിട്ടും അല്ലേ. H2O കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹൈഡ്രജനും ഓക്സിജനും അല്ലേടാ പരീക്ഷണത്തിനെടുത്തത്. അപ്പം നമുക്ക് ഇവരെന്ത് വിളിക്കാം, അഭികാരകം എന്ന് വിളിക്കാം. എന്നാൽ ഈ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എനിക്ക് ജലമല്ലേ, ഇതിനെനിക്ക് എന്തും വിളിക്കാം, ഉൽപ്പന്നം എന്നും വിളിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ ഞാനിവിടെ ഇങ്ങനൊരു സാധനം എഴുതി വെച്ചത് കണ്ടോ, നിങ്ങളൊരു ആരോ മാർക്ക് ഇട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആരോ മാർക്കിൻ്റെ ബേസിലാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോ. H2 + O2 ഇത് നമ്മൾ ഗിവ്സ് എന്നാ പറയുക കേട്ടോ. ഗിവ്സ് നമുക്ക് കിട്ടിയത് എന്താ, H2O ഒക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പിന്നെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ ഗിവ്സ് എന്നുള്ള ആരോ മാർക്കിന് മുന്നേ നമ്മൾ എന്താണോ പരീക്ഷണത്തിനെടുത്തത് അതിനെയാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക. നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ആരോ മാർക്കിന് ശേഷം രേഖപ്പെടുത്തിയത്. പോയിട്ടോ നമ്മൾ നമുക്ക് ഇങ്ങനെയാണോ രാസപ്രവർത്തനം വരിക. അപ്പോൾ ഈ ആരോ മാർക്കിന് മുന്നുള്ളവരെ നമ്മൾ അഭികാരകം എന്നും ഇവിടെയുള്ളതിനെ നമ്മൾ ഉൽപ്പന്നം എന്നും വിളിക്കും. അപ്പോൾ എല്ലാത്തിനും ആരോ മാർക്കിൻ്റെ മുന്നുള്ളത് അഭികാരം, കിട്ടുന്നത് ഉൽപ്പന്നം. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് 8ലും 9ലും 10ലും +1 പഠിക്കണമെങ്കിൽ അവിടെയും ഒക്കെ നമുക്ക് വേണ്ടി വരും. ഇതാ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു രാസപ്രവർത്തനമാണ്. നീറ്റ് കക്കയും ജലും കൂടെ ഒരുമിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടി ചുണ്ണാമ്പ്. കണ്ടോ? അപ്പോൾ ഇവിടെ നീറ്റ് കക്കയും ജലും എന്തിനുദാഹരണങ്ങളാണ്, അഭികാരകത്തിന് ഉദാഹരണമാണ്. എന്നാൽ ഈ ആരോ മാർക്കിന് ശേഷം എനിക്ക് കിട്ടിയതല്ലേ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഉൽപ്പന്നം എന്നും വിളിക്കാം. ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇനി നമ്മളെ പരീക്ഷണങ്ങളിലേക്ക് വരികയാണ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് നോക്ക്, താപരാസപ്രവർത്തനം, അതേപോലെ തന്നെ പ്രകാശരാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 രാസപ്രവർത്തനം. നമുക്കിന്ന് താപരാസപ്രവർത്തനം അതേപോലെ തന്നെ പ്രകാശരാസപ്രവർത്തനം പഠിക്കാം. പറയട്ടെ, നോക്കിക്കോ. നമുക്ക് പരീക്ഷണമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ വരച്ചു. എന്തത് വരയ്ക്കാൻ പറ്റാതെ, നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി അതിലേക്ക് എന്തിടണം, ഒരു കഷ്ണം മഗ്നീഷ്യം ഇട്ടു. അതാണ് എൻ്റെ ഒരു കഷ്ണം മഗ്നീഷ്യം കേട്ടോ. ഇനി അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ HCl എന്നാ വിളിക്കുക കേട്ടോ. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതാ ഞാൻ ഇങ്ങനെ ചേർത്തു. എടാ എന്താ നിരീക്ഷിച്ചത്, അവിടുന്ന് ഒരു വാതകം ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. ഇതിന് ഏത് വാതകം നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവണത്?
നമുക്കൊക്കെ മനസ്സിലാവുക ഹൈഡ്രജനാണ് അല്ലേ, ഹൈഡ്രജൻ. അപ്പോൾ നോക്ക്, വാതകമാണ് പുറത്തേക്ക് വന്നത്. എടാ വാതകത്തെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടില്ലേ വാതകത്തെ കാണാൻ പറ്റൂല എന്ന്. ഞാൻ കാണിച്ച സ്കൂളിൽ എത്തട്ടെ, നിങ്ങൾ ആൻസർ ഷീറ്റിലുണ്ട്. കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് വാതകത്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. അവരോട് ഞാൻ ഒന്ന് അടുത്തിട്ട് ചോദിച്ചു നോക്കട്ടെ വാതകം എങ്ങനെ കാണാമെന്നുള്ളത്. അപ്പം നോക്കുക, വാതകം നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വാതകം പുറത്തേക്ക് വന്നോ എന്ന്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് വാതകമാണ് വന്നിട്ടുള്ളത് എന്നറിയാനേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു കത്തിച്ച തീപ്പെട്ടിക്കോലില്ലേ, അത് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ, ഇതിൻ്റെ തീപ്പെട്ടിക്കോലാണ് കേട്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കാം. വെക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവും, ഇത് കത്തുന്ന തീപ്പെട്ടിക്കോലാണ്. ഒറ്റയടിക്ക് പോപ്പ് എന്ന് പറയും. ആ പോപ്പ് എന്നുള്ളൊരു സൗണ്ടിൽ ഫൂ പറഞ്ഞിട്ട് കത്തും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക അവിടെ ഉണ്ടായിട്ടുള്ള വാതകം ഏതാണ്, ഹൈഡ്രജനാണ്. ശ്രദ്ധിച്ചോ, ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. എന്ത് വാതകമാണ്? കത്തുന്ന വാതകമാണ്. അതുകൊണ്ടാണ് പോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കത്തിയത് കേട്ടോ, മറക്കരുതേ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. മഗ്നീഷ്യം കണ്ടോ, മഗ്നീഷ്യം അടയാളപ്പെടുത്തണം കേട്ടത്. മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇനി മറ്റൊന്ന്, ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് നമ്മളോട് സ്പർശിച്ച് നോക്കാൻ പറയുന്നുണ്ട്. ഞാൻ നോക്കി എൻ്റെ വിരലുകൊണ്ട് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. ഇതിൻ്റെ വിരൽ, ഇതിൻ്റെ നഖം, എന്താ ചെറുക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ തൊട്ട് നോക്കി. തൊട്ട് നോക്കുന്ന സമയത്ത് എന്തനുഭവപ്പെടുന്നറിയോ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിച്ച് അവിടെ ഒരു ചൂട് ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ചൂടിൻ്റെ പുക ഇങ്ങനെ പോവാട്ടോ. ചൂട് പുകയൊന്നും പോകില്ല, ഇത് ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ ഒരു ചൂടിങ്ങനെ അനുഭവപ്പെടും. അപ്പോൾ പ്രവർത്തന ഫലമായി ഉണ്ടായ ഹൈഡ്രജനോടൊപ്പം താപം പുറത്തു വന്നിട്ടില്ലേ. എടാ ശ്രദ്ധിക്ക്, ഞാൻ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയിട്ടില്ല. ആ പ്രവർത്തനം നടന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഉൽപ്പന്നമാണ് അവിടെ ചൂട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഉൽപ്പന്നമായിട്ടും അഭികാരകമായിട്ട് എഴുതി കൊടുക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞേ. ഇവിടുത്തെ ചോദ്യം, ഈ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്താണ് ഇട്ടുകൊടുത്തത് അതുതന്നെയാണ് അഭികാരകം, മറക്കരുത്. അപ്പോൾ എൻ്റെ അഭിമോൻ ഏതൊക്കെ പറയേ, ഒന്ന് നമ്മൾ ഉപയോഗിച്ച മഗ്നീഷ്യം, പിന്നെ നമ്മൾ എന്തുപയോഗിച്ചു, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. ഇനി എനിക്ക് കിട്ടിയ ഉൽപ്പന്നം എന്താടാ, ഇവിടെ എന്താ വാതകം കിട്ടിയത് പറയ്, ഹൈഡ്രജൻ. പിന്നെന്ത് കിട്ടി, ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ചെറിയൊരു താപവും കിട്ടി. അപ്പോൾ എഴുതി വെക്കണം കേട്ടോ അവിടെ. നോക്ക്, മറ്റൊരു പ്രവർത്തനം കൂടെ ഉണ്ട്. ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റ് കക്ക എടുക്കുക. ഞാനൊരു സ്റ്റീൽ കപ്പ് എടുത്തു, നീറ്റ് കക്ക എടുത്തു. അതിലേക്ക് അല്പം ജലം ചേർക്കുക. ഞാനിതാ ഇത്ര ജലം ചേർത്തു. ഇനിയോ കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ചു നോക്കൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് ജലത്തിൻ്റെ കളറൊക്കെ ഒന്നും എല്ലാം മാറ്റി വെക്കാം. ഇതാണ് എൻ്റെ ജലം. ജലത്തിൽ താഴെ എന്തുണ്ട്, നീറ്റ് കക്ക കണ്ടിട്ടടോ. ഞാൻ തിരിച്ചു വരാണ്. അപ്പം നമ്മളോട് കുറച്ച് സമയം ഇങ്ങനെ കഴിഞ്ഞിട്ടേ അതൊന്ന് സ്പർശിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചോ, ജലവും നീറ്റ് കക്കയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്, ചുണ്ണാമ്പ് എന്നുള്ള സാധനം കേട്ടോ. തൊട്ട് നോക്കരുതേ, തൊട്ട് നോക്കിയാൽ അവിടെ എന്തുണ്ടാവും എന്നറിയോ, താപം ഉണ്ടാവും. ഭയങ്കര ചൂടേകാരം. അപ്പോൾ നീറ്റ് കക്കയും ജലം കൂടി ചേർന്നാൽ ചുണ്ണാമ്പ് ഉണ്ടാവും. ചുണ്ണാമ്പിൻ്റെ കൂടെ തൊട്ട് നോക്കി എന്തുണ്ടാവും, താപം ഉണ്ടാവും. ശ്രദ്ധിച്ചോ, ഇത്തരം വാക്കുകൾ നമ്മൾ എന്ത് വിളിച്ചടാ, ആരോ മാർക്കിൻ്റെ ഇപ്പുറമുള്ളത് അഭികാരകം, എന്നാൽ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തുള്ളതോ ഉൽപ്പന്നം. മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ നീറ്റുകക്കും ജലമാണ് എടുത്തിട്ടുള്ളത്. അതിന് രണ്ടിനും നമ്മൾ അഭികാരകം എന്നും ആരോ മാർക്കിൽ ശേഷമുള്ളതെന്നാൽ ഇത് നമുക്ക് കിട്ടിയത് എന്താണോ അതിനെ നമ്മൾ ഉൽപ്പന്നം എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഇവിടെ ഈ രാസപ്രവർത്തനത്തിൽ രണ്ട് രാസപ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. ഇതാ ഇവിടെ ഒന്ന് അല്ലേ, ഇതാ ഇവിടെ ഒരു പ്രവർത്തനം, പിന്നെ ഇവിടെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതും ഇവിടെ ജലവും നീറ്റ് കക്കയും ചേർന്നതും. ഈ രണ്ട് പരീക്ഷണത്തിലേ നമ്മളെന്താ കണ്ടത്, താപം നമ്മൾ കൊടുത്തോ, ഇല്ല, ഒറ്റക്ക് ചൂടായി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു രാസപ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് താപം പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ,
താപം എന്താണ്? ഒറ്റക്ക് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? താപമോചക പ്രവർത്തനം എന്ന് വിളിക്കും. താപം ഒറ്റക്ക്, നിങ്ങൾ പരീക്ഷണം ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അതിൽ നമ്മൾ കത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു വിളക്കെടുത്തിട്ട് അത് കത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഴുകുതിരെടുത്ത് കത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചൂടാക്കുന്നത്. നമ്മൾ പരീക്ഷണത്തിൽ, ഈ പറഞ്ഞ 2 പരീക്ഷണത്തിലും നമ്മൾ താപം കൊടുത്തിട്ടില്ല, ഒറ്റയ്ക്ക് ചൂടായതാണ്, ഉൽപ്പന്നമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് താപം പുറത്തേക്ക് മോചിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്താ വിളിക്കുക? താപമോചക രാസപ്രവർത്തനം എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, താപം ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അതിനെ താപമോചക പ്രവർത്തനം എന്ന് വിളിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഞാൻ ചൂടാക്കിയിട്ടില്ല, എഴുതി വെച്ചോണ്ടിട്ടോ, ഞാൻ ചൂടാക്കിയിട്ടില്ല. അതാ എഴുതാൻ പറ്റണില്ല, അവിടെ എഴുതി ചളിയിട്ടങ്ങൾ. എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി എഴുതി വെച്ചോ, അവിടെ ഒറ്റക്കായതാണ്, ഒറ്റക്ക് ചൂടായതാണെന്ന് എഴുതി വെച്ചോണ്ടിട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് നോക്കാം. ഇനി അടുത്ത രാസപ്രവർത്തനമാണേ. അപ്പം ഇനി അടുത്ത എന്തേ കാരണം, ഇതുവരെ ഒറ്റക്ക് ചൂടായതല്ലേ, ഇനി നമുക്കൊന്ന് ചൂടാക്കി നോക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക. ഇതാ ഞാൻ വീണ്ടും എൻ്റെ ടെസ്റ്റ് ട്യൂബ് വരച്ചു. അതിൽ ഞാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു. ഇതാ എൻ്റെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്താ, എന്നിട്ട് എന്ത് ചെയ്യണം, ഞാനിങ്ങനെ ചൂടാക്കുകയാണ്. ചൂടാക്കാൻ ഈ കളർ തന്നെ അതിൽ കിട്ടണുള്ളൂ. ഞാൻ മഞ്ഞ എടുക്കണ്ടേ. ഇതിങ്ങനെ ചൂടാക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ കത്തുകയാണ്. ഓക്കെ, ഞാൻ ഒരു വിളക്ക് എടുത്തിക്കണം കേട്ടോ, ഇതിൻ്റെ വിളക്കാണേ, ഒന്നും വിചാരിക്കരുത്. അപ്പം അങ്ങനെ കത്തിച്ചു. എന്നിട്ടോ ചൂടാക്കി നോക്കി. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത്, അതായത് ഇവിടെ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ ഒരു ചന്ദനത്തിരിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കണേ ആ ചന്ദനത്തിരി ഇവിടെ ഇങ്ങനെ വെക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ചന്ദനത്തിരിയാണ് കേട്ടോ. എന്താ നിരീക്ഷണം എന്നറിയോ? ഇത് ഈ എരിയുന്ന ചന്ദനത്തിരിയില്ലേ, ഇതിങ്ങനെ കത്താൻ തുടങ്ങും. കത്തി 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 ഇങ്ങനെ കത്താൻ തുടങ്ങും. അതെന്തുകൊണ്ടെന്നറിയോ? ഇവിടെ വീണ്ടും ഒരു വാതകം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ചൂടാക്കുമ്പോൾ. ആ വാതകം ഏതാണെന്നറിയോ? നമ്മളെന്താ ഇവിടെ കൊടുത്തിട്ടുള്ളടാ, ഞാൻ മറന്നു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ കത്താൻ സഹായിക്കുകയാണ് ഓക്സിജൻ്റെ പണി. നമ്മൾ ഹൈഡ്രജൻ എന്ത് പ്രത്യേകത പറഞ്ഞത്? കത്തുന്ന വാതകമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഓക്സിജൻ ആരാന്നറിയോ? കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതായത് ചന്ദനത്തിരി എരിയല്ലായിരുന്നോ, അതിനെ കത്താൻ സഹായിക്കുകയാണ് ചെയ്യുക കേട്ടോ. അതാ ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ ചോദിച്ചാൽ ഓക്സിജന്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് എന്തുണ്ടായി? ഓക്സിജൻ വാതകം ഉണ്ടായി. അടയാളപ്പെടുത്തിക്കൊണ്ടിട്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചിട്ട് ഓക്സിജൻ വാതകം ഉണ്ടായി. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കാൻ ഏത് ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിച്ചത്? താപോർജ്ജം. നമ്മൾ ചൂടാക്കല്ലേ ചെയ്തത്, അപ്പോൾ താപോർജ്ജം. ഈ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്നം ഓക്സിജൻ ആണെന്ന് വ്യക്തമായില്ലേ? ഇനി മറ്റൊരു പ്രവർത്തനം കേട്ടോ. ഈ പരീക്ഷണം കഴിഞ്ഞു, ഇനി അടുത്ത പരീക്ഷണം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. നമുക്കൊരു വാച്ച് ഗ്ലാസ് എടുത്തു, അതിലല്പം ഇങ്ങനെ അമോണിയം ക്ലോറൈഡ് എടുത്തു, അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. ഒരു ലായനിയാണ് കേട്ടോ അത്. ഇതാ ഞാനിവിടെ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തു ബേരിയം ഹൈഡ്രോക്സൈഡ്. എന്നിട്ടോ ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായിട്ട്, അതായത് ഒരു കോലെടുത്തിട്ട് ഇത് ഇങ്ങനെ അളക്കുക. അപ്പോൾ വാച്ച് ഗ്ലാസിൻ്റെ അടിഭാഗം നമ്മൾ തൊട്ട് നോക്കുമ്പല്ലേ എന്തനുഭവപ്പെടുന്നറിയോ? നല്ല ചൂടനുഭവപ്പെടും. നോക്കോ, രാസപ്രവർത്തനത്തിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കും താപ ആഗിരണ പ്രവർത്തനം. നോക്ക്, ഞാൻ ഇവിടെ ഇങ്ങനെ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാൻ ചൂട് കൊടുത്തു, ഈ ചൂടിനെ ആരാഗിരണം ചെയ്യും? ഇവലാഗിരണം ചെയ്യും. അപ്പോൾ രാസപ്രവർത്തനത്തിൽ നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ താപാഗിരണ പ്രവർത്തനം. പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒറ്റക്ക് ചൂടാവുകയാണെങ്കിൽ അത് താപമോചകം. രണ്ടും ക്ലിയർ ആണോ? അപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ ഇതാ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. താപമോചകത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിൻ ഉറ്റിക്കുന്ന പ്രവർത്തനം ആണ് ഫസ്റ്റ് പരീക്ഷണം. രണ്ടാമത്തേതോ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ഇനി താപ ആഗിരണത്തിലോ, അതായത് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ താപാഗിരണം.
എന്നിട്ട് ഇവിടെ നോക്കി നോക്ക്, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം. ശ്രദ്ധിക്കണം കേട്ടോ, മറക്കരുത്. ഇതേ നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. താപോർജം ശ്രദ്ധിക്കണം കേട്ടോ, താപോർജം പുറത്തു വിടുകയോ ആഗിരണം ചെയ്യുക, അതായത് താപമോചകം ആയിക്കോട്ടെ താപ ആഗിരണം ആയിക്കോട്ടെ, അത്തരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് വിളിക്കും എന്നറിയോ? താപരാസപ്രവർത്തനം എന്ന് വിളിക്കും. നിങ്ങൾ ഇതിൽ പരീക്ഷണം കാണാതെ പഠിക്കണം. 4 പരീക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എന്താണ് താപമോചകം എന്ന് പഠിക്കണം, എന്താണ് താപാഗിരണം എന്നും പഠിക്കണം. അപ്പോൾ താപം ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുക. ഇത്തരം രാസപ്രവർത്തനങ്ങൾ ചൂടാണെന്നുണ്ടെങ്കിൽ അതെന്താ? താപരാസപ്രവർത്തനങ്ങളാണ്. ക്ലിയർ ആണടാ? നോക്ക്, നമ്മളെ പ്രകാശരാസപ്രവർത്തനം കൂടെ പഠിക്കുകയാണ് കേട്ടോ. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ലൈറ്റാണ് കേട്ടോ. ലൈറ്റ്, വെളിച്ചം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുക. ഒരു വാച്ച് ഗ്ലാസ് എടുത്തു, ഇതിലേക്ക് എന്ത് വേണം? സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കണം. ഇതാ അവിടെ സിൽവർ നൈട്രേറ്റ് ലായനി ഇതിലേക്ക് ഇങ്ങനെ എടുത്തു. അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനിയും ചേർക്കണം. ഇതാ ഈ ലായനില്ലേ, ഇത് നമ്മൾ കുറച്ച് ചേർത്തു. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി 1 കറുത്ത കടലാസിൽ പൊതിഞ്ഞു, മറ്റേത് തുറന്നും വെക്കുക. ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഇതില്ലേ, ഇവിടെ ലായനിയായില്ല, ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 2 കഷ്ണം പഞ്ഞി എടുക്കുക. ഇത് 1ാമത്തെ പഞ്ഞി, ഇത് 2ാമത്തെ പഞ്ഞി, ഇതിൽ മുക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനെ കറുത്ത കടലാസിൽ, ഞാൻ ഇതിനെന്ത് ചെയ്തു? കറുത്ത കടലാസിൽ പൊതിഞ്ഞു വെച്ചു. ഇതിനെ ഞാൻ ഇങ്ങനെയും വെച്ചു. ഓക്കെ, അപ്പോൾ ഒന്നിനെ കറുപ്പുകൊണ്ട് മൂടി, ഒന്ന് ഞാൻ തുറന്നും വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ പോവാണ്. എൻ്റെ പണിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഇത് വന്ന് നിരീക്ഷിക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുക? നിങ്ങൾ പറഞ്ഞേരി. ഇവിടെ നിറം മാറ്റം നടന്നിട്ടുണ്ടാവും. എന്തുണ്ടാവും? നിറം മാറ്റം നടന്നിട്ടുണ്ടാവും. ഏതിലായിരിക്കും നിറം മാറ്റം നടക്കുക? ഈ മൂടി വെച്ചിലാണോ തുറന്ന് വെച്ചിലാണോ? മക്കളെ ശ്രദ്ധിച്ചോ, തുറന്ന് വെച്ചിലാണ് നിറം മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏത് ഊർജ്ജരൂപ നിറമാറ്റത്തിന് കാരണം ചോദിച്ചാൽ പ്രകാശോർജം. എന്ത്? പ്രകാശോർജം. ഇവിടെ അഭികാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എടുത്തത്? സിൽവർ നൈട്രേറ്റ് ലായനിയും സോഡിയം ക്ലോറൈഡ് ലായനിയാണ് അഭികാരകം. ഇതാ ഇവിടെ അഭികാരങ്ങളായ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡ് തമ്മിൽ പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നം എന്താ? സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. എന്തുണ്ടാകും? സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡാണ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ചിട്ട് എന്തുണ്ടാവുന്നതെന്നറിയോ? സിൽവർ ഉണ്ടാക്കുന്നത്. എന്തുണ്ടാവുക? സിൽവർ ഉണ്ടാക്കുക. അപ്പം നമുക്ക് കിട്ടിയ പരീക്ഷണത ഇവിടെ ഉണ്ട്. സിൽവർ ക്ലോറൈഡ് എന്തായിട്ട് മാറും? എടാ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ട്, ഞാൻ എഴുതി കാണിക്കാം. നമ്മൾ ആദ്യം ചെയ്ത പ്രവർത്തനം സിൽവർ നൈട്രേറ്റ് കേട്ടോ. അത് പിന്നെ നമ്മൾ എന്താ കൊടുത്തത്? സോഡിയം ക്ലോറൈഡ് അല്ലേ? സോഡിയം ക്ലോറൈഡും കൂടെ കൂട്ടിയപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്? എന്താ? സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. ഈ സിൽവർ ക്ലോറൈഡില്ലേ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത്, ആ തുറന്നു വെക്കുമ്പോൾ പ്രകാശം തട്ടിയിട്ട് സിൽവർ വേറെയാവും, ക്ലോറിന് വേറെയാവും. അപ്പോൾ ഈ പ്രവർത്തനത്തെ അഭികാരകം എന്നും ആരോ മാർക്കിന് ശേഷമുള്ളതിനെ നമുക്ക് എന്തും വിളിക്കാം? ഉൽപ്പന്നം എന്നും വിളിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ആ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്കറിയാവുന്ന പ്രകാശരാസപ്രവർത്തനത്തിലെ ഒരാളാണ് പ്രകാശ സംശ്ലേഷണം. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇല. ഈ ഇലയ്ക്ക് പ്രകാശം ഇങ്ങനെ തട്ടി ആഹാരം നിർമ്മിക്കുക, അതായത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം എന്നുള്ളത്. ഇത് എന്തിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ന് പറയാം കേട്ടോ.
നമ്മളത് തീരാറായേ. നോക്ക്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലകളിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും പറഞ്ഞില്ലേ, ആ ഗ്ലൂക്കോസാണ് അന്നജായിട്ട് സസ്യങ്ങളിൽ ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ അത് പഠിക്കുക. അപ്പോൾ ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കടക്കം ആഹാരം കിട്ടുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് മാത്രമാണ് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള ശേഷിയുള്ളതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നമ്മളോടുള്ള ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്ത് ഏതാണ്? പ്രകാശോർജം, മറക്കരുത്. അപ്പോൾ ഇവിടെ ആഗിരണം ചെയ്യല്ലേ. ഇവിടെ നോക്ക്, സൂര്യപ്രകാശത്തെ ഇവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആഗിരണം ചെയ്യാണ്. ആഗിരണം എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. അപ്പോൾ ആഗിരണം ചെയ്യുമ്പോൾ ഇത്തരം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ കഴിഞ്ഞ താപത്തിൽ എന്താ പഠിച്ചത്? താപാകിരണം എന്നല്ലേ. അപ്പം ഇവിടെ നമ്മൾ എന്ത് പഠിക്കുമെന്നറിയോ? അയ്യോ പോയോ ഇടവേടാ. ഇതാ വന്ന് നോക്ക്, എന്താണ് പറയേണ്ടത്? പ്രകാശാകിരണ പ്രവർത്തനം എന്നൊക്കെയാണ് നിങ്ങൾക്ക് ബുക്കിൽ പഠിക്കാനില്ല തോന്നുന്നു. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത്തരം രാസപ്രവർത്തനങ്ങളെ പ്രകാശരാസപ്രവർത്തനം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രകാശരാസപ്രവർത്തനം. മറ്റൊരു ഉദാഹരണം നോക്ക് കേട്ടോ. പ്രകാശം പുറത്തേക്ക് വിടുന്നത്, ഇപ്പം നമ്മൾ വലിച്ചെടുക്കുകയല്ല ചെയ്തത് സൂര്യപ്രകാശം. ഇനി പുറത്തേക്ക് വിടുന്ന ഒരാളുണ്ട്, മിന്നാമിനുങ്ങ് ഇങ്ങനെ മിന്നി പോകുന്നത് കണ്ടിട്ടുണ്ടോ? മിനുങ്ങും മിന്നാമിനുങ്ങേ, കേട്ടിട്ടില്ലേ? അപ്പം മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ എന്തുണ്ടെന്നറിയോ? ലൂസിഫറേസ് എന്ന എൻസൈം ഉണ്ട്. എന്തുണ്ടടാ? ലൂസിഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂട്ടിലില്ലേ, ഈ മൂട്ടിൽ എന്തുണ്ട്? ലൂസിഫറേസ് ഉണ്ട്. നല്ല പേരല്ലേ, ലൂസിഫറൈസ്. അപ്പോൾ ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ലൂസിഫറിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാസവസ്തു അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് എന്ത് പുറത്തേക്ക് വിടും? പ്രകാശം പുറത്തേക്ക് വിടും. ഈ പ്രതിഭാസത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക എന്നറിയത് ഓർത്ത് വെക്കണം, അടയാളപ്പെടുത്തിക്കോ. ജൈവദീപ്തി എന്നാണ് അറിയപ്പെടുക കേട്ടോ. ബയോലൂമിനൻസസ് എന്നാണ് പറയുക. അപ്പം എന്താണ് ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ? മറക്കരുത്, മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? മൂട്ടിൽ ലൂസിഫറസ് ഉണ്ട്, ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ലൂസിഫറിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാസവസ്തു ഉണ്ടാക്കും. ഈ രാസവസ്തു അൾട്രാ വയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്ത് ഒരു പ്രകാശം പുറത്തേക്ക് വിടും. ഈ പ്രതിഭാസത്തെ ജൈവദീപ്തി എന്നാണ് പറയപ്പെടുക കേട്ടോ. അപ്പോൾ ഇത്തരം താപം പുറത്തേക്ക് വിടേ, പ്രകാശം പുറത്തേക്ക് വിടേ, പ്രകാശം ആഗിരണം ചെയ്യേ, അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? പ്രകാശ രാസപ്രവർത്തനം എന്നറിയപ്പെടും. ഓക്കെ ആണോ? അപ്പം നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? ഞാൻ നിർത്തുകയാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇവിടെ നിന്നല്ല നമ്മൾ തുടങ്ങിയത്. ഭൗതികമാറ്റം, രാസമാറ്റം. നമുക്ക് ഒരു മാറ്റം നടക്കുമ്പോൾ പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടാവണില്ല, പഴയ പേര് തന്നെയാണെന്നുള്ളതുണ്ടെങ്കിൽ ഭൗതിക മാറ്റം. എന്നാൽ രാസപ്രവർത്തനമാണെങ്കിലോ, ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ പുതിയ പദാർത്ഥമാണ് ഉണ്ടാവുന്നത്, പുതിയ പേരാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും നമുക്കതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ രാസമാറ്റം എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ഖരം, ദ്രാവകം, വാതകമൊക്കെ ഉള്ള ബീക്കർ അടക്കം വരച്ചിട്ടുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ സബ്ലിമേഷൻ അഥവാ ഉത്പാദനം പഠിച്ചു അല്ലേ. ഇതാണ് ഉത്പാദനം കേട്ടോ. ഉത്പാദനം, കർപ്പൂരം, നാഫ്തലീൻ എന്നിവയാണ് ഉദാഹരണം. ഖരം ചൂടാക്കുമ്പോൾ നേരിട്ട് എവിടേക്ക് പോകും? വാതകത്തിലേക്ക് പോകുന്നതാണ് ഉത്പാദനം. ഉദാഹരണം എപ്പോഴും ചോദിക്കുന്നതാട്ടോ, എഴുതണേ. കർപ്പൂരം, നാഫ്തലീൻ. പിന്നെ നമ്മൾ രാസമാറ്റങ്ങളാണ് പഠിച്ചത്. അതിൻ്റെ മുന്നേ നമ്മൾ അഭികാരക ഉൽപ്പന്നം പഠിച്ചു. ആരോ മാർക്കിൻ്റെ മുന്നുള്ളത് അഭികാരകം, അപ്പുറമുള്ളത് ഉൽപ്പന്നം. നമ്മൾ എന്താണോ പരീക്ഷണത്തിന് എടുക്കുന്നത് അത് അഭികാരകം, നമുക്ക് കിട്ടുന്നത് എന്താ? ഉൽപ്പന്നം. പിന്നെ നമ്മൾ താപരാസ പ്രവർത്തനം പരീക്ഷണമൊക്കെ പഠിച്ചു. താപം പുറത്തേക്ക് വിടുന്നതാണെങ്കിൽ താപമോചക പ്രവർത്തനം, താപത്തെ നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ താപാകിരണ പ്രവർത്തനം. പിന്നെ ഇത്തരം രാസപ്രവർത്തനങ്ങളെ നമ്മൾ താപരാസപ്രവർത്തനം എന്നും വിളിക്കും. പിന്നെ പ്രകാശരാസപ്രവർത്തനമല്ലേ പഠിച്ചത്. പ്രകാശരാസപ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്യേ, പ്രകാശം പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയാം. ഓക്കെ അല്ലേ? ഞാൻ എഴുതാനുള്ള നോട്ട്സ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ എഴുതിയെടുക്കണേ, നോട്ട് എഴുതിക്കോ. മുന്നുള്ളത് നോക്കണ്ട,
എന്തെങ്കിലും ഇതിന് മുന്നത്ത് നോട്ട് എഴുതാനുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ഒന്ന് തരണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഭൗതിക രാസമാറ്റം ഈ ഹെഡിങ് കൊടുക്കുക, ഭൗതികമാറ്റം രാസമാറ്റം. എന്നിട്ട് നിങ്ങൾ ഈ ബോക്സ് എഴുതുക. ഉദാഹരണങ്ങൾ നിങ്ങൾ 2 പട്ടിക ആക്കിയിട്ട് ഇവിടെ നോക്കി എഴുതണം. അതായത് ഇങ്ങനെ ഭൗതിക മാറ്റം എന്നും രാസമാറ്റം എന്ന് 2 പട്ടിക ആക്കുക. എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് ഉദാഹരണങ്ങൾ ഭൗതിക മാറ്റത്തിലേക്കും രാസമാറ്റത്തിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ഈ പട്ടിക എഴുതണം. പിന്നെ വീണ്ടും നെക്സ്റ്റ് പേജിൽ ഇതെഴുതണം, കർപ്പൂരം, നാഫ്തലിൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ എഴുതിയതില്ലേ, അതും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതായത് ഗരം, നേരിട്ട്, വാതകം എന്നുള്ള ചിത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത നിങ്ങൾ ഈ ഒരു ഹെഡിങ് കൊടുക്കണേ, രാസമാറ്റം, ഊർജ്ജമാറ്റം. എന്നിട്ട് ഇതെഴുതണം, രാസപ്രവർത്തനം പങ്കിടുന്ന പദാർത്ഥങ്ങൾ അഭികാരകമെന്നും പുതുതായിട്ടുണ്ടായ പദാർത്ഥങ്ങൾ ഉൽപ്പന്നമെന്നും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ താഴെ എന്ത് ചെയ്യുന്നറിയോ, അഭികാരകം എന്ന് എഴുതുക, ഒരു ആരോ മാർക്ക് വരയ്ക്കുക, ഉൽപ്പന്നം എന്ന് എഴുതുക. ഇതൊരു ബോക്സിലാക്കും വേണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ താപരാസപ്രവർത്തനം എന്ന ഹെഡിങ് കൊടുത്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ബോക്സ് എഴുതുക, ഈ ബോക്സ്. എന്നിട്ട് നിങ്ങൾ ഈ ബോക്സ് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് എക്സാമ്പിളായിട്ട് എഴുതണം കേട്ടോ. അത്ര മതി, അതിൻ്റെ ഇടയിലുള്ള ഒന്നും വേണ്ടേ. ഇതും എഴുതുക, ഈ ബോക്സ് ഉദാഹരണങ്ങളായിട്ടും എഴുതാം. ഓക്കെ, അടുത്തത് പ്രകാശ രാസപ്രവർത്തനം എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അല്ല, ഈ പേജിലുള്ള ഇതെഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉദാഹരണമായിട്ട് ഈ മിന്നാമിനിങ്ങിൻ്റെ ഈ പ്രവർത്തനം എന്നറിയപ്പെടുന്നു വരെ എഴുതുക. ഓക്കെ, ഉദാഹരണമായിട്ട് മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ പ്രകാശ സംശ്ലേഷണം, പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ന് എഴുതി കൊടുക്കണം കേട്ടോ.